രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, മിതം ഹിതം. ഈ രണ്ട് വാക്കാണ് ഭക്ഷണത്തെ സംബന്ധിച്ച് നമ്മൾ സ്വീകരിക്കേണ്ട പോളിസി. ഹിതം, നമുക്ക് ഹിതമായത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഹിതമായത് നമുക്കൊരു കോമൺ ആയിട്ട് പറയുമെങ്കിലും ആ വ്യക്തികളുടെ വ്യതിയാനമുണ്ട്. ആ വ്യക്തിക്ക് എന്താണോ ഹിതം അതാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ സാറിൻ്റെ ഭക്ഷണം സാറിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്യാം, ഇൻഡിവിജ്വലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഡയറ്റ് കോമൺ അല്ലാതെ, കോമൺ ഡയറ്റിംഗ് ആണ് ഇപ്പോൾ എല്ലാം പറയുന്നത്. പക്ഷെ അത് ചിലപ്പം ചില വേരിയേഷൻസ് നമുക്ക് തീർച്ചയായിട്ടും ത്രിദോഷവും ത്രിഗുണങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതിൽ പ്രത്യേകിച്ചും പഴകിയ ആഹാരം അത് തമസ്സിനെ കൂട്ടുന്നു. പഴകി ഇത്ര മണിക്കൂർ, അതാണ് ഏറ്റവും പ്രശ്നമായിട്ട് പറയുന്നത്. അത് തിരിച്ച് ത്രിദോഷങ്ങളെയും ബാധിക്കും. അത് എത്ര ദിവസം പഴകിയ ആഹാരം, ഇപ്പം ആഹാരം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഇപ്പൊ ഇന്നുണ്ടാക്കിയത് അടുത്ത ശനിയാഴ്ച വരെ ഒരാഴ്ച മൊത്തം ഓടിക്കുകയാണ് ചില വീടുകൾ. താമസം ആണ് അത് പഴകിയത്. പഴഞ്ചോറിനെ കുറിച്ച് രണ്ട് തരത്തിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാം. സാമാന്യ രീതിയിൽ ആയുർവേദ രീതി പ്രകാരം ഈ പഴങ്കഞ്ഞി പഴഞ്ചോറിന് ശരിക്കും അത്ര ആരോഗ്യകരമായ ഒരു സപ്പോർട്ടല്ല ഇതിൻ്റെ പ്രകാരം വരുന്നത്. പഴകിയ സാധനങ്ങൾക്കൊന്നും തന്നെ. അത് പ്രത്യേകിച്ചും ചില രക്തവാത രോഗികളിൽ ഇത് ദോഷമുണ്ടാക്കുന്നു കാണുന്നു. എന്നാൽ ചിലർക്ക് അത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ചിലരിൽ ബലത്തെ ഉണ്ടാക്കുന്നതായിട്ടും ഒക്കെ. അവിടെ ഒരു പ്രൊഫസർ പറഞ്ഞത് ഈ ഏഷ്യ മൈനറില് അഗ്രേറിയൻ ഫാമിലി കൃഷിക്കാരുടെ അവര് രാവിലെ പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ട് ഇറങ്ങിയാൽ വൈകുന്നേരത്താണ് തിരിച്ചു വരുന്നത്. അത് ചിലപ്പോ ശരിയായിരിക്കാം. കാരണം ചില അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടാൽ ചിലപ്പോൾ ഗുണം കിട്ടത്തില്ല. ഇപ്പൊ ആ പഴങ്കഞ്ഞിയിലോ ഉള്ള കൂട്ട് അത് ഏതിന്റെ കൂടെ കഴിക്കുന്നു, അവരുടെ ജീവിതശൈലി, വ്യായാമം, ഇതൊക്കെ ആയിട്ട് ബന്ധം. നല്ല വ്യായാമം ചെയ്യുന്ന ആളുടെ ദോഷം ചെയ്യുന്നു. അതേസമയം പഴങ്കഞ്ഞി കുടിച്ചിട്ട് മിണ്ടാതെ സോഫയിൽ ഇരിക്കുന്ന ആളിനെ സംബന്ധിച്ച് ദോഷം ചെയ്യും. നല്ല അധ്വാനിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് പഴങ്കഞ്ഞിക്ക് ഗുണമാണ്. അതേസമയം അധ്വാനിക്കാതെ വെറും ഓഫീസിൽ പോയി ഇരുന്ന് മേലനങ്ങാതെ ഇരിക്കുന്ന ആളിന് അത് ദോഷം ചെയ്യും. അപ്പൊ ആ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിന്റെ എഫക്റ്റ് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ അത് നേരിട്ട് വ്യായാമവുമായിട്ട് ബന്ധമാണ്. വ്യായാമം ഉള്ളവർക്ക് നമുക്ക് റിസ്ക് ഇല്ല, അല്ലാത്തവർക്ക് അപ്പൊ ഒരാളുടെ ആഹാര ഭക്ഷണത്തോടുള്ള ആ ഒരു ഹിതം, ഇഷ്ടം അയാളുടെ തന്നെ ത്രിദോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിശ്ചയിക്കപ്പെടുന്നത്. വേറെ ഒന്നുകൂടെ, ചില രോഗങ്ങളിൽ പറയുമ്പോൾ അമ്ലാഭിവേശം, പുളിയോട് താല്പര്യം ചില രോഗികൾ. അപ്പൊ നമ്മുടെ ഉള്ളിലെ നീടനുസരിച്ചും ചില താല്പര്യങ്ങൾ വരും ഭക്ഷണത്തോട്. ചിലർ മാംസമൊക്കെ തീരെ ശോഷിച്ചിരിക്കുന്ന ആളുടെ മാംസത്തോട് പ്രിയം തോന്നും. അത് ശരീരത്തിൻ്റെ ആവശ്യമാണ്. അങ്ങനൊരു ക്രേവിങ് എന്ന് പറയും. ക്രേവിങ്, ശരീരത്തിനൊരു ക്രേവിങ് വരും. അതിനെ ഓവർകം ചെയ്യാൻ മനസ്സിന് കഴിയുമ്പോഴാണ് അവൻ ഉയരുന്നത്, ഹിംസയിൽ നിന്ന് അവൻ മാറുന്നത്. അത് മാനസികമായ ഉയർച്ചയിലേക്ക് വന്നാലേ അത്, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഒരു വാസനയിൽ മാത്രം നിൽക്കും. അങ്ങനെയും നീടനുസരിച്ചും ഈ ഭക്ഷണത്തോട് നമുക്ക് ആഗ്രഹവും അങ്ങനെയും. അപ്പൊ അത് കഴിക്കുകയാണ് വേണ്ടത്. ആയുർവേദം അതാ പറയുന്നത്. പക്ഷെ അത് അടുത്ത സ്റ്റേജിൽ അവന് ആ സമയത്ത് അത് വേണം, ആ സമയത്ത് അത് ആവശ്യമാണ്. ഇപ്പൊ ചിലപ്പോ നമ്മൾ രക്തം അടയ്ക്കൂലേ, റോഡ് ട്രാഫിക് ആക്സിഡന്റ്, എന്താ പറയുക, രക്തം പോയി. അപ്പൊ അവിടെ തത്വം പറഞ്ഞിട്ട് കാര്യമില്ല. ആയുർവേദം അത് തന്നെ പറയുന്നത്. രാജക്ഷ്മ രോഗിയില്, അതായത് ക്ഷയരോഗി, അവന് യാതൊരു മാംസവും അവന് ഉണ്ടെങ്കിൽ അവന് മാംസരസം കൊടുക്കാനാ പറയുന്നത്. അവനപ്പ അതാണ് ആവശ്യം.
അപ്പൊ അതാ ഞാൻ പറഞ്ഞ പ്യൂർലി വെജിറ്റേറിയൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല. അതേസമയം അമിതമായ മാംസം വേറെ ദോഷങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പൊ വ്യായാമം ഇല്ലാത്തവൻ സ്ഥിരമായി ഇപ്പം ബീഫ് കഴിക്കുന്നു, അത് പ്രശ്നമാണ്. അവനെ കൊഴുപ്പടിഞ്ഞിട്ട് ലിവറിന് കൊഴുപ്പാദ്യം സിറോസിസ് വരെ പോവാം. പൊണ്ണത്തടി ഉണ്ടാവും. ഏറ്റവും പ്രധാനമായിട്ട് പൊണ്ണത്തടി ഉണ്ടാവാനൊന്ന് ബീഫാണ്. അത് അവൻ്റെ ഇതിനെ കൂട്ടും. അപ്പം അത് ഒഴിവാക്കാൻ നല്ലത്. അപ്പം നമ്മുടെ നീഡിനനുസരിച്ച് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കൽ കൂടിയാണ്. അത് പണ്ടുള്ള നമ്മുടെ മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ ഇത് അറിയായിരുന്നു. എന്തുകൊണ്ട്? ആയുർവേദം ഇവിടുത്തെ സംസ്കാരവുമായിട്ടും ജീവിതവുമായിട്ടും ഒക്കെ ഇഴ ചേർത്ത് നെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ കേരള മോഡൽ എന്നൊക്കെ പറയത്തില്ലേ, കേരള മോഡൽ ഓഫ് ഹെൽത്ത്, അതിവിടെ ആശുപത്രികൾ ഉണ്ടായിട്ടല്ല കേരള മോഡൽ ഇത്രയും ആരോഗ്യം ഉണ്ടായത്. ആയുർവേദത്തിന്റെ ബോധം ആൾക്കാരിൽ ഉണ്ടായതുകൊണ്ടാണ്. അത്യശനം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആയുർവേദത്തിലുണ്ട്. അത്യശനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, കഴിക്കുന്നതിന് മേൽ വീണ്ടും കഴിക്കുക. അത് ഭയങ്കര ദോഷമാണ്. ഞാനിപ്പോ ഒരു ആഹാരം കഴിച്ചു, ഇപ്പൊ നേരത്തെ ബിസ്ക്കറ്റ് അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും അടുത്ത ആഹാരം, ഇപ്പം അടുത്ത ഇന്റർവെല്ലിന് ഫുഡ് കൊടുക്കാൻ പാടില്ല. ഇപ്പം എപ്പോഴും ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രീതി, ഇപ്പൊ ഒന്ന് കഴിക്കുക, വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും സ്നാക്സും ചായയും, പിന്നെ വീണ്ടും ആഹാരം കഴിക്കുക, ഇങ്ങനെ റെഗുലർ ആയിട്ട്. അത് എവിടെയാ പ്രശ്നം? എവിടെയാ? കോമൺ സെൻസിനാണ്. അതെ, കോമൺ സെൻസ് ആണ്. എന്താ ലോഡ് കൊടുക്കുന്നത്? എവിടെയാ? നമ്മുടെ തന്നെ ലിവറിന് നമ്മൾ ലോഡ് കൊടുക്കുക. അതിനാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഈ ഒരു ദിനചര്യയുടെ പ്രശ്നം. കാരണം നമ്മളിപ്പോൾ ആഹാരം കഴിച്ചാൽ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വേണം അതൊന്ന് ദഹിച്ച് അത് കൺവെർട്ട് ചെയ്ത് മാറ്റി നമുക്ക് വീണ്ടും വിശപ്പ് വരും. അതിൻ്റെ ഇടയിൽ പോയി വീണ്ടും ഭക്ഷണം കഴിച്ചാൽ രോഗിയായി. അതാണ് നേരത്തെ പണ്ട് പറയുന്നത്, 2 നേരം കഴിക്കുന്നവൻ 3 നേരം കഴിക്കുന്നവൻ എന്താണ്? ഭോഗി അല്ലേ? ഭോഗിയാണ് 3 നേരം കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ 3 നേരം ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല. ആയുർവേദത്തിൽ പറയുന്ന 2 ആഹാരകാലമാണ്, അത്താഴം, മുത്താഴം, 2 ആഹാരകാലം. അതെ, അതാ ആരോഗ്യ രഹസ്യം. ആ 2 നേരം കഴിക്കേണ്ട ആവശ്യമുള്ളൂ. 3 നേരം കഴിക്കുമ്പോൾ രോഗിയായി മാറും. ഇത് കൂടാതാണ് ഇപ്പോ ഓരോ സ്നാക്സും കാര്യമൊക്കെ ഇന്റർവെല്ല്. അത് കറക്റ്റാണ്. കാരണം റിസോഴ്സ്, നമ്മൾ അമിതമായി റിസോഴ്സിനെ ഇത് കളയല്ലേ, മറ്റുള്ളവനൂടെ കിട്ടേണ്ടതല്ലേ നമ്മൾ ആവശ്യമില്ലാതെ എടുത്ത് കഴിയുന്നത്. അപ്പൊ അത് ആഹാരത്തിൽ അതാണ് എന്ത് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ടേം അത്യശനം. അതായത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ദഹിച്ച് വിശപ്പ് വരാതെ വീണ്ടും ആഹാരം കഴിക്കുന്നതാണ്. ഇറ്റ് വിൽ കോസ് ലോഡ് ടു ദി ലിവറിന് അത് ലോഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് ചെയ്യരുത്. അതാണ് അടുത്തത്, അത്യശനം പാടില്ല. ഇനി വെള്ളം കുടിക്കുന്ന കാര്യം പറയാം. എങ്ങനെയാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്? അല്പാൽപം മുഹുർ, അല്പാൽപം മുഹുർ. ഒറ്റയടി ചിലര് പോയിട്ട് 1 കുപ്പി വെള്ളം ഇങ്ങനെ ഒന്നിച്ചങ്ങ് തുറന്ന് കുടിക്കുന്നതാണ്. പോയി ഫ്രിഡ്ജിൽ തുറക്കുന്നു, ഫ്രിഡ്ജിൽ നിന്ന് ഒരു മടമടന്ന് വെള്ളം എടുത്തു. എന്ത് പ്രശ്നം വരും? നമ്മുടെ ഇൻഡൈജഷൻ ഉണ്ടാക്കും, ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കും, വയറ്റില് ഇൻഡൈജഷൻ ഇംബാലൻസ് ഉണ്ടാക്കും. ചെറിയ കാര്യമാണ്. അതെ, അതാണ് സെയിം. അതായത് അല്പാൽപം മുഹുർമുഹുർ. ഇപ്പൊ സാറ് പറഞ്ഞ ചവച്ചു കുടിക്കണം എന്ന് പറയുന്നതിന്റെ സംസ്കൃതം തന്നെയാണ്. ഒരേ ഉദ്ദേശമാണ്. ചെറിയ അളവിൽ പല തവണയായിട്ട് കുടിക്കുക, ദാഹിക്കുമ്പോൾ കുടിക്കുക. പക്ഷെ കുടിക്കുമ്പോൾ ഒന്നിച്ച് അത്രയും ക്വാണ്ടിറ്റി ബൾക്കിലല്ല കുടിക്കേണ്ട, അല്പം കുടിക്കുക, പിന്നെ ആവശ്യമുള്ളപ്പോൾ പിന്നെയും കുടിക്കുക. അതാണ്. ഇനി ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ നല്ല സ്ഥലത്തിരുന്ന് കഴിക്കണം എന്ന് പറയുന്നുണ്ട്. വെറും വൃത്തികെട്ട അന്തരീക്ഷത്തിൽ കഴിക്കരുത്. നല്ല ആൾക്കാരുടെ മുമ്പിൽ കഴിക്കണം, നമ്മളോട് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കണം. ഇങ്ങനെയൊക്കെ ആഹാര വിധി വിശേഷായതനം. എങ്ങനെ ആഹാരം കഴിക്കണം, എത്ര കഴിക്കണം? അപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കണോ? ഭക്ഷണം ശേഷം കഴിഞ്ഞ് വെള്ളം കുടിക്കാമോ?
അപ്പൊ സ്ഥൂലന് ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കണം എന്ന് പറയാം. അതായത് വെയിറ്റ് റിഡക്ഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഒബീസാണ്, നിങ്ങൾ ആ വെയിറ്റ് കൂടുതലുള്ള ആളാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് അറിയാം. അതൊക്കെ ആയുർവേദത്തിലുണ്ട്. ഈ US ഇത് റിസർച്ച് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇനി 10 കൊല്ലം എടുക്കും. ഇപ്പൊ നമുക്ക് ആദ്യമേ ഇപ്പം നേരിട്ട് അറിയാൻ പറ്റും എന്താ, ആദ്യം വെള്ളം കുടിച്ചിട്ടേ പിന്നെ ആഹാരം കഴിക്കാവൂ. വെയിറ്റ് റിഡക്ഷൻ ഉള്ളത്. വെയിറ്റ് കൂട്ടാനാണെങ്കിലോ ആഹാരം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുക. അങ്ങനല്ല, അതാണ് അത് ഒരു അല്ല, അത് പൂർണ്ണമല്ല കഴിച്ച. അപ്പൊ ഇത് പ്രധാനം. ഇനിയും നമുക്ക് ഷഡ്രസ പ്രധാനമാണ് ആഹാരം. 6 ടേസ്റ്റുകളാണ് പറയാം ആയുർവേദത്തിൽ. മോഡേൺ മെഡിസിനിൽ അല്ല മോഡേൺ സയൻസിൽ എത്ര ടേസ്റ്റ് ഉണ്ട്? 4 ടേസ്റ്റേ ഉള്ളൂ. പക്ഷെ ആയുർവേദത്തിൽ 6 ടേസ്റ്റ് ഉണ്ട്. അത് പെർസെപ്ഷന്റെ വ്യത്യാസമാണ്. ആ 6 ടേസ്റ്റുകളും മിക്സഡ് ആയിട്ട് വരണം. ഒരു ടേസ്റ്റ് കൂടി പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെ നിർമ്മിച്ചതാണ് നമ്മുടെ മധുരം. ഒന്നാമത്തെ ടേസ്റ്റ് മധുരം. അമ്ളം എന്ന് പറയുന്നത് കുറച്ച് ആസിഡിക്, പുളിയാണ്. മധുരം. കടു എന്ന് പറയുന്നതാണ് എരിവ്. തിക്തം എന്ന് പറഞ്ഞാൽ എന്താ? ചവർപ്പ്, കയ്പ്. മനസ്സിലായില്ലേ? ലവണം എന്ന് പറഞ്ഞാൽ ഉപ്പ്. കഷായം സായ്പിനില്ലാത്ത ടേസ്റ്റാണ്. അപ്പൊ അങ്ങനെ ഒരു ചവർപ്പ്. കഷായം കുടിച്ചാൽ എങ്ങനെ ചെയ്യും? അത് തന്നെയാണ് കഷായം എന്ന് വെച്ചാൽ നമുക്കൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കും. കഴിച്ചിട്ട് അങ്ങോട്ട് ഇറക്കാനും വയ്യ, വെളിയിൽ തുപ്പാനും വയ്യ. അങ്ങനെയുള്ള ടേസ്റ്റ്. ഇതെല്ലാം മിശ്രിതമായിരിക്കണം. ഇപ്പൊ പാവയ്ക്ക പിള്ളേർ കഴിക്കത്തില്ല. പാവയ്ക്ക തിക്തരസമാണ്, ബിറ്റർ പ്രിൻസിപ്പിൾ, ബ്രെയിനിനൊക്കെ നല്ലതാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ കറികളെല്ലാം ഇവിടെ കേരളീയമായിട്ടുള്ള കറികൾ, ഓലൻ, തോരൻ, അവിയല്, ഇതെല്ലാം നമ്മൾ സദ്യ എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ ഡിസൈനുകളാണ്. പക്ഷേ എത്ര ഭാഗം നമ്മൾ നിറയ്ക്കണം വയറിന്റെ ഫുഡ് കഴിയുമ്പോൾ? പകുതി, 50% നിറയ്ക്കാവും. ഇതൊക്കെ കഴിക്കാം, പക്ഷെ 50% നിറയ്ക്കാൻ പാടും. സമീകൃതമാണ്. ഇതെല്ലാം കൂടി ചേർന്ന്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാർക്ക് അത്രയൊന്നും ആവശ്യമില്ല. കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. അന്ന് അത്രയും വ്യായാമം ഉണ്ടായിരുന്നു, അപ്പൊ അത്രയും കറിയും അത്രയും ചോറും ഒക്കെ ആവശ്യമാണ്. പക്ഷെ ഇപ്പം നമുക്ക് അത്രയും വലിയ സദ്യ ഒന്നും നമ്മൾ കഴിച്ചാൽ നമ്മൾ കൂടുതലാണ്. ഇപ്പോഴത്തെ കാലത്ത് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് നമ്മുടെ പ്രിൻസിപ്പിളും അനുസരിച്ച് വേണം അഡോപ്റ്റ് ചെയ്യണം. അത് ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട്. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് നമ്മൾ ഡിസൈൻ മാറ്റണം. പ്രിൻസിപ്പിൾ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ഡിസൈൻ മാറ്റണം. ഇപ്പോൾ സദ്യയൊന്നും അത്രയൊന്നും ആവശ്യമില്ല. അധ്വാനം അനുസരിച്ച് അതാണ് നമുക്ക് അത്രയും ബൾക്ക് വേണം. അപ്പൊ നേരത്തെ പറഞ്ഞു വന്നത്, ഞാൻ ലാസ്റ്റ് പറഞ്ഞപ്പോ എന്തായിരുന്നു? ടേസ്റ്റ് ആണ്. അപ്പൊ അത് സമീകൃതം എന്നുള്ള രീതിയിൽ അത് വരും. പക്ഷെ മധുരപ്രായം എന്ന് പറയും. ഒരല്പം മുന്നോട്ട്. മധുരം എന്ന് പറഞ്ഞാൽ പാല് മധുരമാണ്, പഞ്ചസാര മധുരം. മധുരം തന്നെ പലതരമുണ്ട്. ചക്കയുടെ മധുരം അല്ല, മാങ്ങയുടെ മധുരം. അനവധി ലക്ഷക്കണക്കിന് ടേസ്റ്റ് വീണ്ടും ഉണ്ട്. അങ്ങനെ പ്രകൃതി ഭയങ്കര സമ്പന്നമാണ്. അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സിൽ നല്ലതാണോ കഴിക്കാൻ? ഫ്രൂട്ട്സിലെ മധുര രസമുള്ള ഫ്രൂട്ട്സ് നല്ല ഇലിപ്പാണ്. സപ്പോർട്ട നല്ല ബെസ്റ്റ് ഫ്രൂട്ടാണ്, നിങ്ങൾക്ക് നന്നായിട്ട് കഴിക്കും.